ഹായ്, മുളപ്പിച്ച ചെറുപയർ കൊണ്ടൊരു തോരൻ. അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണിത്. ഇതുണ്ടാക്കാൻ ഞാൻ 2 കപ്പ് ചെറുപയർ എടുത്തു. അത് നന്നായി കഴുകി വെള്ളം ഒഴിച്ചു ഒരു ദിവസം വെച്ചു. അതിനുശേഷം വെള്ളം മാറ്റി വീണ്ടും ഒരു ദിവസം വെച്ചു. ഇപ്പോൾ നമുക്ക് മുളപ്പിച്ച ചെറുപയർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തോരനാക്കണം. ഇതിൻ്റെ കൂടെ ഒരു സവാള, 3-4 പച്ചമുളക് എടുത്തു. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തു. എത്ര എരിവ് വേണോ അത്ര അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. ഒരു മുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് വേവിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവ രണ്ടും ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം, മുളപ്പിച്ച ചെറുപയർ. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം, വേവിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ അതൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ ചെറുപയറിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചെറുപയറുടെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുപയറും തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നാൽ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗങ്ങളും എത്തിക്കും. കുറച്ച് മതി. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെറുപയറും തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.